നിങ്ങളൊരു പ്രവാസി മലയാളിയാണോ അല്ലെങ്കിൽ കേരളത്തിന് വെളിയിൽ ജോലി ചെയ്യുന്ന ഒരു വ്യക്തിയാണോ? അങ്ങനെയാണെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ്. ഞാൻ പലതരത്തിലുള്ള ഗവൺമെന്റ് സ്കീംസിനെ കുറിച്ചുള്ള വീഡിയോസ് ചെയ്യാറുണ്ട്. ആ വീഡിയോകൾക്ക് താഴെ കോമൺ ആയി കണ്ടുവരുന്ന ഒരു കമന്റ് ആണ്, NRIകൾക്ക് വേണ്ടി എന്തെങ്കിലും ഗവൺമെന്റ് സ്കീം ഉണ്ടോ? അതെ, പ്രവാസികൾക്ക് വേണ്ടി ഗവൺമെന്റ് സ്കീം ഉണ്ട്. അതും നമ്മുടെ കേരള സർക്കാർ നൽകുന്ന ഗവൺമെന്റ് സ്കീം, പ്രവാസി ഡിവിഡൻഡ് സ്കീം. ഈ ഒരു സ്കീം എന്താണ്, ആർക്കൊക്കെയാണ് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നത്, എന്തൊക്കെ ബെനിഫിറ്റ്സ് ആണ് നേടാൻ സാധിക്കുന്നത് എന്നിങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഈ ഒരു വീഡിയോ മുഴുവനായി കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഞാൻ നിങ്ങളുടെ കരിഷ്മ. എല്ലാവർക്കും ബോസ്വാല മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ. നിങ്ങൾക്ക് ഇതുപോലുള്ള നിരവധി ഇൻഫോർമേറ്റീവ് വീഡിയോസ് ഈ ഒരു ചാനലിലൂടെ കാണാൻ സാധിക്കും. ഞാനൊരു സാമ്പത്തിക ഉപദേഷ്ടാവല്ല. ഈ ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നത് എഡ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടിയാണ്. നിങ്ങൾ ഈ ഒരു സ്കീമിൽ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ കൃത്യമായി ടേംസ് ആൻഡ് കണ്ടീഷൻസ് എല്ലാം വായിച്ച് ഇതിനെക്കുറിച്ച് സാമ്പത്തിക ഉപദേഷ്ടാവുമായി കൃത്യമായ അറിവ് നേടിയതിനു ശേഷം മാത്രം ഈ ഒരു സ്കീമിലേക്ക് ചേരുക. നമുക്കിനി വീഡിയോയിലേക്ക് കടക്കാം. ഇത് പ്രവാസികൾക്ക് വേണ്ടി മാത്രമുള്ള വീഡിയോ ആണ് എന്ന് കരുതി നിങ്ങൾ സ്കിപ്പ് ചെയ്യാൻ വരട്ടെ. ഇത് പ്രവാസികൾക്ക് വേണ്ടി മാത്രമല്ല, ഇന്ത്യക്ക് പുറത്തും അതുപോലെ തന്നെ കേരളത്തിന്റെ വെളിയിൽ ജോലി ചെയ്യുന്നവർക്കും ഈ ഒരു സ്കീമിൽ അപ്ലൈ ചെയ്യാൻ സാധിക്കും. നിങ്ങൾക്കോ അല്ലെങ്കിൽ നിങ്ങളുടെ വേണ്ടപ്പെട്ടവരോ ഇത്തരത്തിൽ പുറത്തെവിടെയെങ്കിലും ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യാനും മറക്കണ്ട. അപ്പോൾ നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് എന്താണ് പ്രവാസി ഡിവിഡൻഡ് സ്കീം, ആർക്കൊക്കെയാണ് ഈ ഒരു സ്കീമിൽ അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നത്, എങ്ങനെയാണ് ഈ ഒരു സ്കീം പ്രവർത്തിക്കുന്നത്, ഈ ഒരു സ്കീമിൽ അപ്ലൈ ചെയ്യുന്നതിലൂടെ എന്തൊക്കെ ലാഭമാണ് നമുക്ക് നേടാൻ സാധിക്കുന്നത്, അതുപോലെ തന്നെ ഏതൊരു സ്കീം എടുത്താലും അതിന്റെ ഒരു പോസിറ്റീവ് സൈഡും അതുപോലെ തന്നെ നെഗറ്റീവ് സൈഡും ഉണ്ടാകും. ഈ ഒരു സ്കീമിന്റെ റിസ്ക് ഫാക്ടർ എന്തൊക്കെയാണ്, അതുപോലെ തന്നെ ഓൺലൈനായി എങ്ങനെ ഈ സ്കീമിൽ അപ്ലൈ ചെയ്യാം എന്നിങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും വളരെ ഡീറ്റെയിൽ ആയി ഈ ഒരു വീഡിയോ മുഴുവനായി കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ നമ്മൾ ആദ്യം ഈ ഒരു ഫസ്റ്റ് പോയിന്റ് എന്താണെന്ന് വിശകലനം ചെയ്യാം. എന്താണ് പ്രവാസി ഡിവിഡൻഡ് സ്കീം? പ്രവാസി ഡിവിഡൻഡ് സ്കീം എന്നത് കേരള നോൺ റെസിഡന്റ് കേരളൈറ്റ്സ് വെൽഫെയർ ആക്ട് 2008 പ്രകാരം രൂപീകരിച്ച കേരള പ്രവാസി വെൽഫെയർ ബോർഡ് കൊണ്ടുവന്ന ഒരു ദീർഘകാല നിക്ഷേപ പദ്ധതിയാണിത്. ഇനി നമുക്ക് ഈ ഒരു പദ്ധതിയുടെ പ്രധാന ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. പ്രവാസി മലയാളികൾക്ക് ഒരു സുരക്ഷിതമായ നിക്ഷേപ അവസരം നൽകുക എന്നതാണ് ഈ ഒരു പദ്ധതിയുടെ പ്രധാന ലക്ഷ്യമായി നമുക്ക് എടുത്തു പറയാൻ സാധിക്കുന്നത്. നിങ്ങൾ എത്ര രൂപയാണോ നിക്ഷേപിക്കുന്നത് ആ ഒരു തുകയുടെ ഡിവിഡൻഡ് വരുമാനം നിങ്ങൾക്ക് നേടാൻ സാധിക്കും. അതുപോലെ തന്നെ ഈ ഒരു പദ്ധതിയിലൂടെ സമാഹരിക്കുന്ന തുക കേരളത്തിന്റെ വികസന പദ്ധതിക്കായിട്ടാണ് ഉപയോഗിക്കുന്നത്. മറ്റൊരു ലക്ഷ്യമായി നമുക്ക് എടുത്തു പറയാൻ സാധിക്കുന്നത് കുടുംബത്തിന്റെ ദീർഘമായ സാമ്പത്തിക സുരക്ഷ ഉറപ്പാക്കുക എന്നത് നമുക്ക് ഈ ഒരു പദ്ധതിയുടെ മറ്റൊരു ലക്ഷ്യമായി എടുത്തു പറയാൻ സാധിക്കും. ഇതൊരു സാധാരണ FDയോ അല്ലെങ്കിൽ ഒരു പെൻഷൻ പദ്ധതിയോ മാത്രമല്ല, ഇത് വരുമാനമുണ്ടാക്കുന്ന ഒരു ആസ്തി പോലെ പ്രവർത്തിക്കുന്ന ഒരു പദ്ധതിയാണ്. ഇനി നമുക്ക് എന്തിനു വേണ്ടിയാണ് ഈ ഒരു പദ്ധതി നടപ്പിലാക്കിയിരിക്കുന്നതെന്ന് നോക്കാം. ഈ ഒരു പദ്ധതി പ്രധാനമായും കൊണ്ടുവന്നിരിക്കുന്നത് രണ്ട് പ്രധാന ലക്ഷ്യങ്ങൾക്ക് വേണ്ടിയാണ്. അതിൽ ആദ്യത്തേത് കേരളത്തിന്റെ ഇൻഫ്രാസ്ട്രക്ചർ വികസനത്തിനായുള്ള ദീർഘകാല സമാഹരണം, രണ്ടാമത്തേത് പ്രവാസികൾക്കും അവരുടെ കുടുംബത്തിനും സ്ഥിരമായ ഒരു വരുമാനം ഉറപ്പാക്കുക. അതായത് ഒരേ സമയം വെൽഫെയറും ഇൻവെസ്റ്റ്മെന്റും ചേരുന്ന ഒരു പ്രത്യേക തരം പദ്ധതിയാണ് ഇത്. ഇനി നമുക്ക് ഈ ഒരു പദ്ധതിയിൽ ആർക്കൊക്കെയാണ് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതെന്ന് നോക്കാം. ആദ്യത്തേത് കേരളത്തിൽ നിന്ന് ഇപ്പോൾ വിദേശത്ത് ജോലി ചെയ്യുന്ന വ്യക്തികൾക്ക് ഈ ഒരു പദ്ധതിയിൽ അപ്ലൈ ചെയ്യാൻ സാധിക്കും. നമുക്കറിയാം, പ്രത്യേകിച്ച് കേരളത്തിന്റെ കാര്യം എടുത്തു പറയുകയാണെങ്കിൽ ഒരു വീട്ടിൽ ഏകദേശം 1-2 ആളുകൾ വിദേശത്ത് ജോലി ചെയ്യുന്നുണ്ടാകും. അപ്പോൾ അത്തരത്തിൽ വിദേശത്ത് ജോലി ചെയ്യുന്ന ആളുകൾക്ക് അല്ലെങ്കിൽ കേരള സ്റ്റേറ്റിന്റെ പുറത്ത് ജോലി ചെയ്യുന്ന ആ ഒരു ആളുകൾക്ക് ഈ ഒരു സ്കീമിലൂടെ ഇൻവെസ്റ്റ് ചെയ്ത് നിങ്ങൾക്ക് ഭാവിയിൽ ഇത്തരത്തിൽ ഡിവിഡൻഡ് എമൗണ്ട് നേടാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾ കേരളത്തിൽ ജനിച്ച് പുറത്ത് ഏതെങ്കിലും രാജ്യത്തോ അല്ലെങ്കിൽ പുറത്ത് ഏതെങ്കിലും സംസ്ഥാനത്തോ ജോലി ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഈ ഒരു പദ്ധതിയിൽ അപ്ലൈ ചെയ്യാൻ യോഗ്യനാണ്. രണ്ടാമത്തെ കാറ്റഗറിയിൽ വരുന്നത് കുറഞ്ഞത് 2 വർഷമെങ്കിലും വിദേശത്ത് ജോലി ചെയ്ത് ഇപ്പോൾ നാട്ടിലുള്ള ആ ഒരു വ്യക്തിക്ക് ഈ ഒരു പദ്ധതിയിൽ അപ്ലൈ ചെയ്യാൻ സാധിക്കും. മൂന്നാമത്തെ കാറ്റഗറിയിൽ വരുന്നത് കേരളത്തിന്റെ പുറത്ത് മറ്റേതെങ്കിലും സംസ്ഥാനത്ത് 6 മാസത്തിലധികം ജോലി ചെയ്ത ഒരു വ്യക്തിയാണെങ്കിൽ ആ ഒരു വ്യക്തിക്കും ഈ ഒരു പദ്ധതിയിൽ അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് ഈ ഒരു സ്കീമിന്റെ പ്രധാന സവിശേഷതകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഈ ഒരു സ്കീമിൽ നിങ്ങൾ ജോയിൻ ചെയ്യുമ്പോൾ നിങ്ങൾ ഒരു തുക നിക്ഷേപിക്കേണ്ടതുണ്ട്. കുറഞ്ഞത് 3 ലക്ഷം രൂപ മുതൽ മാക്സിമം 51 ലക്ഷം രൂപ വരെയാണ് നമുക്ക് ഈ ഒരു പദ്ധതിയിലൂടെ ഇൻവെസ്റ്റ് ചെയ്യാൻ സാധിക്കുന്നത്. ഈ ഒരു തുകയുടെ 1 ലക്ഷത്തിന്റെ മൾട്ടിപ്പിൾസ് വെച്ചാണ് നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ സാധിക്കുന്നത്. രണ്ടാമതായി നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ എത്ര രൂപയാണോ നിക്ഷേപിക്കുന്നത് ആ ഒരു തുക 3 വർഷം ലോക്ക് ഇൻ പീരീഡിലായിരിക്കും. ആദ്യത്തെ 3 വർഷം നമുക്ക് ഡിവിഡൻഡ് എമൗണ്ട് ഒന്നും തന്നെ ലഭിക്കില്ല. എന്നാൽ ആ
കാലയളവിൽ വരുമാനം കൂട്ടിച്ചേർക്കും. സ്കീം പൂർണ്ണമായും നിക്ഷേപാധിഷ്ഠിതമാണ്. ഈ ഒരു പദ്ധതിയുടെ 4ാം വർഷം മുതൽ നമുക്ക് മാസം തോറും ഡിവിഡൻഡ് എമൗണ്ട് നേടാൻ സാധിക്കും. ആദ്യ 3 വർഷത്തെ ലാഭം മൊത്തം എമൗണ്ടിൽ നിക്ഷേപിക്കപ്പെടുന്നു. അതിനുശേഷം വാർഷികമായി 10% നിരക്കിൽ നമുക്ക് മാസാന്തര വരുമാനം ലഭിക്കുന്നു. ഞാൻ ഈ പറഞ്ഞ കാര്യം ഔദ്യോഗിക പോർട്ടലിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. നിങ്ങൾക്ക് അതിനെക്കുറിച്ച് കൂടുതൽ അറിയണമെങ്കിൽ ആ ഒരു പോർട്ടൽ ഓപ്പൺ ആക്കി ഈ ഒരു സ്കീമിനെ കുറിച്ചുള്ള ടേംസ് ആൻഡ് കണ്ടീഷൻ കൃത്യമായി വായിച്ചതിന് ശേഷം മാത്രം അപ്ലൈ ചെയ്യുക. ഇൻ കേസ് നിക്ഷേപിക്കുന്ന വ്യക്തി മരിക്കുകയാണെങ്കിൽ ആ ഒരു തുക നോമിനിക്ക് ലഭിക്കുന്നു. പക്ഷേ ഡിവിഡൻഡ് എമൗണ്ട് ലഭിക്കില്ല. എത്ര രൂപയാണോ നിക്ഷേപിച്ചിട്ടുള്ളത് ആ ഒരു തുക നോമിനിക്ക് ലഭിക്കുകയാണ് ചെയ്യുന്നത്. ഈ ഒരു പദ്ധതിയിലൂടെ നിക്ഷേപം മാത്രമല്ല ലക്ഷ്യമാക്കുന്നത്, കുടുംബത്തിന്റെ സംരക്ഷണം കൂടെയാണ് ലക്ഷ്യമാക്കുന്നത്. ഇനി നമുക്ക് ഈ ഒരു സ്കീമിന്റെ നേട്ടങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഈ ഒരു പദ്ധതി NRIകൾക്ക് പ്രിയപ്പെട്ടതാവാൻ കാരണം നിങ്ങൾ ഒരു തുക നിക്ഷേപിക്കുകയാണെങ്കിൽ ആദ്യത്തെ 3 വർഷത്തിന് ശേഷം നമുക്ക് മാസം തോറും ഒരു ഡിവിഡൻഡ് എമൗണ്ട് നേടാൻ സാധിക്കും. ലൈക്ക് ഒരു സാലറി പോലെ നമ്മളുടെ കുടുംബത്തിന്റെ നേട്ടത്തിന് വേണ്ടി നമുക്ക് ഈ ഒരു തുക ഉപയോഗിക്കാൻ സാധിക്കും. മരണാന്തര ശേഷം ഭാര്യയ്ക്കോ അല്ലെങ്കിൽ ഭർത്താവിനോ ആ ഒരു വരുമാനം നേടാൻ സാധിക്കും. രണ്ടുപേർക്കും എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ നോമിനിക്ക് നിങ്ങൾ എത്ര രൂപയാണോ നിക്ഷേപിച്ചത് ആ ഒരു തുക തിരിച്ചു ലഭിക്കുന്നു. നിങ്ങൾ നിക്ഷേപിച്ച തുക വേറെ എങ്ങോട്ടുമല്ല പോകുന്നത്, കേരളത്തിന്റെ വികസനത്തിന് വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്. ഇവിടെ നമുക്ക് പ്രധാനമായി എടുത്തു പറയാൻ സാധിക്കുന്നത് പുതുക്കൽ അല്ലെങ്കിൽ വാർഷിക ഫീസ് എന്നിങ്ങനെയുള്ള ഒരു കാര്യവും ഒരു എമൗണ്ടും നമ്മൾ നൽകേണ്ടതില്ല. പ്രവാസികളുടെ ദീർഘകാല സാമ്പത്തിക സുരക്ഷ ഉറപ്പാക്കുക എന്നതാണ് ഈ ഒരു പദ്ധതിയുടെ പ്രധാന ലക്ഷ്യമായി നമുക്ക് എടുത്തു പറയാൻ സാധിക്കുന്നത്. ഏതൊരു കാര്യം എടുത്താലും അതിന്റെ ഒരു പോസിറ്റീവ് സൈഡും അതുപോലെ തന്നെ നെഗറ്റീവ് സൈഡും ഉണ്ടാകും, പ്രധാനമായും ഇത്തരത്തിലുള്ള ഇൻവെസ്റ്റ്മെന്റ് പോലുള്ള കാര്യങ്ങളിൽ. അപ്പോൾ നമുക്ക് ഈ ഒരു പദ്ധതിയുടെ റിസ്ക് ഫാക്ടർ എന്തൊക്കെയാണെന്ന് നോക്കാം. ഞാൻ ഓൾറെഡി പറഞ്ഞു, നിങ്ങൾ ഒരു തുക നിക്ഷേപിക്കുകയാണെങ്കിൽ നമുക്ക് 3 ലക്ഷം രൂപ മുതൽ 51 ലക്ഷം രൂപ വരെയാണ് നിക്ഷേപിക്കാൻ സാധിക്കുന്നത്. നിങ്ങൾ എത്ര രൂപയാണോ നിക്ഷേപിക്കുന്നത് ആ ഒരു തുകയിൽ 3 വർഷം ആദ്യത്തെ 3 വർഷം നിങ്ങൾക്ക് ഒരു എമൗണ്ടും അതായത് ഡിവിഡൻഡ് എമൗണ്ട് ഒന്നും തന്നെ ലഭിക്കുന്നില്ല. അത് നമുക്ക് ഈ ഒരു പദ്ധതിയുടെ റിസ്ക് ഫാക്ടർ അല്ലെങ്കിൽ ഒരു ഡീമെറിറ്റ് ആയിട്ട് എടുത്തു പറയാൻ സാധിക്കും. മറ്റൊരു റിസ്ക് ഫാക്ടറായി നമുക്ക് എടുത്തു പറയാൻ സാധിക്കുന്നത് നിക്ഷേപിച്ച പണം മുൻകൂട്ടി പിൻവലിക്കാൻ സാധിക്കില്ല. അതുപോലെ തന്നെ സർക്കാർ നയങ്ങളിൽ ഭാവിയിൽ മാറ്റങ്ങൾ വരാൻ സാധ്യതയുണ്ട്. അതും മുൻകൂട്ടി കണ്ടു വേണം നിങ്ങൾ ഈ ഒരു പദ്ധതിയിൽ നിക്ഷേപിക്കാൻ. നിങ്ങൾ ഈ ഒരു പദ്ധതിയെ ബാങ്ക് FDI കാണരുത്. ഇതൊരു വെൽഫെയർ ഇൻവെസ്റ്റ്മെന്റ് സ്കീമാണ്. ഞാൻ പിന്നെയും എടുത്തു പറയുകയാണ്, നിങ്ങൾ ഈ ഒരു സ്കീമിൽ ജോയിൻ ചെയ്യുന്നതിന് മുമ്പ് ടേംസ് ആൻഡ് കണ്ടീഷൻസ് എല്ലാം ഒഫീഷ്യൽ വെബ്സൈറ്റിൽ നിന്ന് കൃത്യമായി വായിച്ചതിന് ശേഷം മാത്രം ഇൻവെസ്റ്റ് ചെയ്യുക. ഇനി നമുക്ക് എങ്ങനെയാണ് ഈ ഒരു പദ്ധതിയിൽ അപ്ലൈ ചെയ്യേണ്ടതെന്ന് നോക്കാം. ആ ഒരു പോയിന്റിലേക്ക് കടക്കുന്നതിന് മുമ്പ് അതിനേക്കാൾ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എനിക്ക് നിങ്ങളോട് പറയാനുണ്ട്. ലൈഫ് ഇൻഷുറൻസ് നമ്മുടെ ജീവിതത്തിൽ വളരെ പ്രധാനമായി നമ്മൾ എടുത്തിരിക്കേണ്ട ഒരു കാര്യമാണ് ലൈഫ് ഇൻഷുറൻസ്. അപ്പോൾ നിങ്ങൾ ഒരു ലൈഫ് ഇൻഷുറൻസ് എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആക്സിസ് മാക്സ് ലൈഫ് ഇൻഷുറൻസ് ഒരു ബെസ്റ്റ് ഓപ്ഷൻ ആണ്. സെക്ഷൻ 80C ആൻഡ് 80D പ്രകാരം 54,600 രൂപ വരെ നികുതി ലാഭം നേടാൻ സാധിക്കും. വെറും 578 രൂപ പ്രതിമാസം നിക്ഷേപിച്ചാൽ 1 കോടി രൂപ വരെ ലൈഫ് കവർ നേടാൻ സാധിക്കും. 99.70% ക്ലെയിം സെറ്റിൽമെന്റ് റേഷ്യോ. അതുമാത്രമല്ല 64 ക്രിട്ടിക്കൽ രോഗങ്ങൾക്ക് കവർ നേടാൻ സാധിക്കും. 3 മണിക്കൂറിനുള്ളിൽ തന്നെ ക്ലെയിം സെറ്റിൽമെന്റും നേടാൻ സാധിക്കും. പിന്നെ പ്രത്യേകമായി എടുത്തു പറയാൻ സാധിക്കുന്നത് ആദ്യ വർഷത്തെ പ്രീമിയത്തിന് 15% ഡിസ്കൗണ്ടും നേടാം. അപ്പോൾ നിങ്ങൾ ഒരു ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ആക്സിസ് മാക്സ് ലൈഫ് ഒരു ബെസ്റ്റ് ഓപ്ഷൻ ആണ്. താഴെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ലിങ്ക് നൽകിയിട്ടുണ്ട്. ആ ഒരു ലിങ്കിലൂടെ നിങ്ങൾക്ക് ഈ ഒരു ലൈഫ് ഇൻഷുറൻസ് എടുക്കാവുന്നതാണ്. ഇനി നമുക്ക് ഈ ഒരു പദ്ധതിയിൽ ഓൺലൈനായി എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്ന് നോക്കാം. ഈ ഒരു പദ്ധതിയുടെ ഔദ്യോഗിക വെബ്സൈറ്റ് സന്ദർശിക്കുക എന്നതാണ് ആദ്യത്തെ സ്റ്റെപ്പ്. Pravasikerala.org എന്ന ഒഫീഷ്യൽ വെബ്സൈറ്റ് ആദ്യം ഓൺ ആക്കുക. അതിൽ ഡിവിഡൻഡ് സ്കീം എന്ന പദ്ധതി തിരഞ്ഞെടുക്കുക. അവിടെ നമുക്ക് ന്യൂ യൂസർ രജിസ്ട്രേഷൻ എന്ന ഭാഗം കാണാൻ സാധിക്കും. അവിടെ നമുക്ക് കുറച്ച് ടേംസ് ആൻഡ് കണ്ടീഷൻ നൽകിയിട്ടുണ്ടാവും. അതെല്ലാം വളരെ കൃത്യമായി വായിച്ച് മനസ്സിലാക്കുക. അതിനുശേഷം നമ്മളുടെ മൊബൈൽ നമ്പറോ ഇമെയിൽ ഐഡിയോ നൽകി OTP വെരിഫിക്കേഷൻ വളരെ കൃത്യമായി ചെയ്യുക. അതിനുശേഷം പേഴ്സണൽ ഡീറ്റെയിൽസ്, ബാങ്ക് ഡീറ്റെയിൽസ്, നോമിനിയുടെ ഡീറ്റെയിൽസ് എന്നിവയെല്ലാം വളരെ കൃത്യമായി പൂരിപ്പിക്കുക. അവസാനമായി പേയ്മെന്റ് ആണ്. നിങ്ങൾ എത്ര രൂപയാണോ നിക്ഷേപിക്കാൻ ഉദ്ദേശിക്കുന്നത് ആ ഒരു പേയ്മെന്റ് നിങ്ങൾക്ക് നിക്ഷേപിക്കാവുന്നതാണ്. നിങ്ങൾക്ക് ആ ഒരു തുക ഓൺലൈനായോ അല്ലെങ്കിൽ ചെക്ക് രൂപത്തിലോ, അതുമല്ലെങ്കിൽ DD ആയോ, അതുമല്ലെങ്കിൽ DD ഉപയോഗിച്ച് പ്രവാസി വെൽഫെയർ ബോർഡ് ഓഫീസിലേക്ക് നിങ്ങൾക്ക് ഡയറക്റ്റ് സമർപ്പിക്കാവുന്നതാണ്. നിങ്ങൾ ഈ ഒരു ആപ്ലിക്കേഷൻ സമർപ്പിച്ചതിന് ശേഷം വെരിഫിക്കേഷൻ ഉണ്ടാവും. ആ ഒരു വെരിഫിക്കേഷന് ശേഷം നിങ്ങളുടെ നിക്ഷേപം അംഗീകരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയിലൂടെ എന്താണ് പ്രവാസി ഡിവിഡൻഡ് സ്കീം എന്ന് വളരെ വ്യക്തമായി മനസ്സിലായെന്ന് ഞാൻ കരുതുന്നു. തുടക്കത്തിൽ ഞാൻ കുറെ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ് ആരംഭിച്ചത്. എന്താണ് ഈ പദ്ധതി, ആർക്കൊക്കെയാണ് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നത്, എന്തൊക്കെ ബെനിഫിറ്റ്സ് ആണ് നേടാൻ സാധിക്കുന്നത്, ഇതിന്റെ റിസ്ക് ഫാക്ടറുകൾ
എന്തൊക്കെയാണ് എന്നിങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും വളരെ വ്യക്തമായി നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ കരുതുന്നു. ഇനിയും എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ താഴെ കമന്റ് ബോക്സിൽ പറയാവുന്നതാണ്. ആ സംശയങ്ങളെല്ലാം നമുക്ക് തീർക്കാം. നിങ്ങൾ പറയുന്ന ഓരോ കമന്റ്സും ഞാൻ വായിക്കുന്നുണ്ട്. നിങ്ങളുടെ സംശയങ്ങളെല്ലാം നമുക്ക് ക്ലിയർ ചെയ്യാവുന്നതാണ്. ഏതെങ്കിലും ഒരു പുതിയ ടോപ്പിക്കിനെ കുറിച്ച് പഠിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിലും നിങ്ങൾക്ക് അത് മെൻഷൻ ചെയ്യാം. നമുക്ക് ആ ഒരു ടോപ്പിക്കിനെ കുറിച്ചും വീഡിയോ ചെയ്യാവുന്നതാണ്. ഈ ഒരു NRI വീഡിയോ നിങ്ങളുടെ കമന്റ്സ് വായിച്ചതിന് ശേഷമാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ ഇത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് ഞാൻ കരുതുന്നു. നിങ്ങൾക്കോ അല്ലെങ്കിൽ നിങ്ങളുടെ വേണ്ടപ്പെട്ടവരോ ഇത്തരത്തിൽ പ്രവാസിയായി ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്ക് ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യാനും മറക്കണ്ട. പിന്നെ ബോസ്വാല മലയാളം യൂട്യൂബ് ചാനലും സബ്സ്ക്രൈബ് ചെയ്യൂ. Bosswala. Be the boss.